അപ്പം ഡിറ്റാച്ച്മെന്റ് തിയറി എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ആർക്കെങ്കിലും അതറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിറ്റാച്ച്മെന്റ് തിയറി എന്താണ് പറയുന്നത്? വി ഷുഡ് നോട്ട് ബി അറ്റാച്ച്ഡ് ടു ദ ഔട്ട്കം ഓഫ് അവർ ആക്ഷൻസ്, ബട്ട് റാദർ ഫോക്കസ് ഓൺ പെർഫോമിങ് അവർ ഡ്യൂട്ടീസ് ടു ദ ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റീസ്. അപ്പം എന്താ സംഭവിക്കുന്നത്? അപ്പം ഞാൻ ഓർക്കുക, ഞാൻ നേരത്തെയൊക്കെ നമ്മളെന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലൊക്കെ ഒരു പ്രൊമോഷന് ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം ഒക്കെ എനിക്കത് പ്രൊമോഷൻ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ, അങ്ങനെ അത് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെയായിരിക്കും നമ്മൾ ലൈഫിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഡിറ്റാച്ച്മെന്റ് തിയറി ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പം, അതായത് എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഞാനൊരു പ്രോജക്റ്റ് മാനേജർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു സ്ക്രം മാസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് ഓണർ ആണെങ്കിൽ, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അത് നന്നായിട്ട് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു പ്രൊആക്റ്റീവായിട്ട് എനിക്ക് പുതിയതായി എൻ്റെ ടീമിനെ എന്തൊക്കെ രീതിയിൽ ഒന്ന് എന്താ പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും എൻ്റെ ടീമിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാനും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അതിൽ സത്യത്തിൽ ഞാൻ അതിൻ്റെ ഔട്ട്കം ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡിറ്റാച്ച്മെന്റ് തിയറിയെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കാര്യം, നമ്മൾ ഒട്ടും ഒരു ആങ്സൈറ്റി ഇല്ല, സ്ട്രെസ് ഇല്ല. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമോ, അതിന് പകരം എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഹാപ്പിനെസ് എനിക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്കം ഓട്ടോമാറ്റിക്കലായിട്ട്, കാരണം നമുക്ക് ആ സ്ട്രെസ് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പ്രൊമോഷനൊക്കെ ആ കൂട്ടത്തിൽ തന്നെ വരും. അതാണ് എനിക്കൊരു അനുഭവം. പിന്നെ വേറൊന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഡിപ്രഷനിൽ കൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നെ ട്രീറ്റ് ചെയ്തത്, ആ സമയത്തെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴും ഞാൻ ഡോക്ടറുടെ പേഷ്യൻ്റ് തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പള് ഡോക്ടർ വർഗീസ് പുന്നൂസ്, അപ്പം അദ്ദേഹമാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പം ആ സമയത്ത് ഡെഫിനറ്റ്ലി മെഡിസിൻസ് തരും. ആ കൂട്ടത്തിൽ പല കാര്യങ്ങളും പറയും. അതിപ്പോൾ ഡോക്ടർ പറയണമെന്ന് തന്നെയല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അത് കയറും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ബീങ് ഹാപ്പി ഇറ്റ് ഈസ് യുവർ ഓൺ ചോയ്സ് എന്ന് ഡോക്ടർ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്ത, ഒരു പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത. കാരണം അതിനു മുമ്പ് ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഹാപ്പി ആയനെ, എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ഹാപ്പി ആയനെ, എൻ്റെ ബ്രദർ ഇങ്ങനെയായിരുന്നെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷേ അവരൊക്കെ വേറൊരു പേഴ്സണാലിറ്റിയാണ്. ഫോർച്ചുനേറ്റ്ലി അവരെല്ലാവരും തന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്, നല്ല ആളുകളാണ്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ഓക്കെ, ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ കുറച്ചേ കൂടെ എനിക്ക് ഹാപ്പിനെസ് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് ഇവരിലൊക്കെ മാറ്റം വരുത്തി അതിൽ കൂടെ ഒരു സന്തോഷം കണ്ടെത്താനാണ് ശ്രമിച്ചത്. പക്ഷെ ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ ഹാപ്പിനെസ് പല കാര്യത്തിലും. എല്ലാ കാര്യവും നമ്മുടെ കൺട്രോളിലാണെന്നല്ല, എങ്കിലും ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഞാൻ കണ്ടെത്തും. അതിന് മറ്റുള്ളവരുടെ ബിഹേവിയർ ഇങ്ങനെ ആകണം, ആ ഒരു കണ്ടീഷൻ ഞാൻ ലൈഫിൽ നിന്ന് മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ ഒരു വാചകം എന്നെ പോസിറ്റീവായിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്തു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. ആ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ ഞാൻ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. ആസ് ലോങ് ആസ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു സമൂഹത്തിനോ മറ്റ് ആളുകൾക്ക് ഒരു ദോഷമുണ്ടാകുന്നതല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ മൂന്നാമത്, അതും ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഓർക്കും, അതെൻ്റെ ഒരു വലിയൊരു നെഗറ്റീവ് സൈഡാണെന്ന് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അതായത് നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം സ്നേഹിക്കണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. പക്ഷേ പലപ്പോഴും ഞാനൊക്കെ എനിക്ക് ചില ആളുകളോട് വളരെ സ്നേഹം തോന്നും. അത് ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ അവർ നമ്മളോട് എന്നിട്ട് നമ്മളങ്ങ് നമ്മളവരെ സ്നേഹിക്കണം, നമ്മളങ്ങ് ആഗ്രഹിക്കുക. പക്ഷെ പലപ്പോഴും അവർ ഭയങ്കര സ്വാർത്ഥരായിരിക്കും. എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, ചിലരുടെ കാര്യത്തിൽ. അതായത് നമ്മൾ റൈറ്റ് പീപ്പിളിനെ കണ്ടെത്തി അവരെ കണ്ടെത്തുക എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ ഇഗ്നോർ ചെയ്യുക. പക്ഷെ എങ്കിലും പലപ്പോഴും എനിക്കത് പറ്റാറില്ലായിരുന്നു. അത് ചില വളരെ പ്രിയപ്പെട്ട ചില ആളുകളുടെ കാര്യത്തിൽ, ഈവൻ ദോ അവർ നമ്മളെ എന്താ പറയുക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ ആ ഒരു അത് അവർ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ വെറും പൊള്ളയാണെന്ന് അറിയാമെങ്കിലും
ഓക്കെ, ആ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അറിയാത്ത മട്ടിൽ അങ്ങ് പോവും. അപ്പം ഡോക്ടറോട് ഞാനിങ്ങനെ വളരെ ഒരു കാഷ്വൽ ടോക്കിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് വർത്തി ഹി ഷുഡ് നോട്ട് ഓക്യുപ്പൈ എ സ്പേസ് ഇൻ യുവർ തോട്ട്സ്. അപ്പം അതും ഭയങ്കരമായിട്ട് ശരി. എൻ്റെ മനസ്സിൽ എന്തിനാ എന്നെ വേണ്ടാത്തവരെ നമ്മൾ വെക്കുന്നത്, അല്ലെ നമ്മളെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഒരു സുഹൃത്തായിട്ടോ അല്ലെ ഒരു ബന്ധുവായിട്ടോ കാണുന്നവരെയൊക്കെ, നമ്മളത് ആരാണെങ്കിലും നമ്മൾ അവരെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ളത്. അത് ഞാൻ 100% ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നല്ല, പക്ഷേ അതാണ് അടുത്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ 2 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കാനും അല്ല എൻ്റെ ജീവിതത്തിൽ പലതും അച്ചീവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇന്ന് സംസാരിക്കണം എന്നോർത്തു. ഇനി നമ്മുടെ ചാനലിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും കാണിക്കാനും ഒക്കെ ഉണ്ട്. നമ്മൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളതും കുക്കിങ്ങും അതുപോലെ എൻ്റെ ജീവിതത്തിലുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് സീ യു ഓൾ ലേറ്റർ. ബൈ ബൈ.